പ്രജിത, ഈ നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം ഈ ആയുധങ്ങളൊക്കെ മേടിക്കുന്നതിൽ 4ാം തലമുറയുടെ ആയുധ സങ്കല്പങ്ങളിലാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലാണോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പൊ അതിൽ ഇപ്പൊ കേൾക്കുന്ന ഒരു പുതിയ വാർത്ത, F-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ അമേരിക്ക, ഇപ്പൊ ട്രംപ് വന്നു കഴിഞ്ഞു, ഇന്ത്യ നല്ല ബന്ധമാണ് ഒക്കെ ആണെങ്കിലും ഈ F-35 ഇന്ത്യയെ അടിച്ചേൽപ്പിക്കാൻ അതിന് വലിയ അഡ്വാൻസ് ഒന്നും അല്ല എന്നാണ് പറയുന്നത്. F-35 വിമാനങ്ങൾ അമേരിക്ക ഈ യുദ്ധവിമാനങ്ങളുടെ കച്ചവടവും ആയുധ കച്ചവടവും ഉള്ള രാജ്യമാണ്. അപ്പൊ അവരിങ്ങനെ ഈ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നു. അതിന് ആ F-35 എന്ന് പറയുന്നത് അഡ്വാൻസ് അല്ല എന്നൊക്കെയാണ് ഒരു വിഭാഗം ആൾക്കാർ, ഇന്ത്യയിൽ തന്നെ ഈ കാര്യങ്ങൾ അറിയാവുന്നവർ തന്നെ പലരും പറയുന്നത്. എന്താണ് പ്രൈതയ്ക്ക് കുറിച്ചൊക്കെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? ചേട്ടാ, നമ്മൾ 4ാം തലമുറ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 4.5 ഇതാണ്, ആ ഒരു റേഞ്ചിലുള്ളതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈന ഒരു 6ാം തലമുറ വിമാനം ഉൽപ്പാദിപ്പിച്ചു, അതായത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ സ്ഥിരീകരണം ചൈനയുടെ ഭാഗത്ത് നിന്നും പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം 5ാം തലമുറ വിമാനമാണ്, അല്ലെങ്കിൽ 5ാം തലമുറ വിമാനങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള HAL, അതായത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്, അത് പൂർത്തിയായിട്ടില്ല എന്നൊരു വിഭാഗം പറയുമ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുറം ലോകത്തേക്ക്, അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള അത്രയും സീക്രട്ടായിട്ട്, ഒരുപക്ഷെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് ഒരുപക്ഷെ ആളുകൾ പറയുന്നതായിരിക്കാം. എന്ന് തന്നെയായാലും ഈ ഒരു രീതിയിൽ F-35 അടിച്ചേൽപ്പിക്കുകയാണോ എന്നുള്ളൊരു കാര്യം ചേട്ടൻ ചോദിച്ചല്ലോ. അപ്പോൾ അത് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് നൈസായിട്ട് ട്രംപും മോദിയും തമ്മിൽ വളരെ സൗഹൃദമൊക്കെ ആണെങ്കിലും ഈ രാജ്യങ്ങൾക്ക് അവരവരുടേതായ താല്പര്യങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ലോകരാജ്യങ്ങൾക്ക് ഇടയിലേക്കും കിടപിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, നമ്മുടെ GDP ഉയർന്നതും. അപ്പോൾ ഈ 35 ഈ ട്രംപ് ഇത് ഭരണത്തിൽ വന്നതോടുകൂടി നമ്മളോട് പറഞ്ഞത് നിങ്ങൾ അങ്ങ് എടുത്തോ എന്നാണ്. അതായത് F-35 നിങ്ങൾക്ക് തരാം, നിങ്ങൾ വാങ്ങണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്കും അത് ശരി, റാൻ തമ്പുര എന്ന് പറയുന്ന ഒരു നിലപാട് പണ്ടത്തെ പോലെ ഇന്ത്യക്ക് ഇപ്പോൾ ഇല്ല. ഇന്ത്യക്ക് ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് F-35 കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ളവരൊക്കെ പറയുന്നത്. കാരണം ഈ F-35 എന്ന് പറയുന്നത് ഒരു മൾട്ടി റോൾ കോമ്പാക്ട് മെഷീനാണ്. ഇതെല്ലാം തന്നെ മെഷീനറികളാണല്ലോ. അപ്പോൾ അതിലുള്ളത് ഫൈറ്റർ ജെറ്റ്, ബോംബർ, ഇന്റർസെപ്റ്റർ എന്നിവർ, അങ്ങനെയുള്ള 3 എണ്ണത്തിന്റെ കോമ്പിനേഷനാണ് ഈ F-35 എന്ന് പറയുന്നത്. ഈ 35 എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയും. ഇവർ ഈ 2006 ഈ അമേരിക്ക ഈ പറയുന്ന F-35 ഒരു കാര്യം പുറത്തുവിടുന്നത്. അതിനുശേഷം ഇവർ 2017 മുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഗുണം പോരാ. അപ്പോൾ പലതും ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അവർക്ക് അത്രയധികം വേണ്ടാത്ത ഒരു ബൾക്ക് സാധനം അമേരിക്കയുടെ കയ്യിലിരിപ്പുണ്ട്. അതെ. അപ്പോൾ ബയ്യ വിളിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ അമേരിക്ക എപ്പോഴും മേൽക്കൈ നേടാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതെ. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കണം. ഇന്ത്യക്കാണെങ്കിൽ നമ്മുടെ വ്യോമസേനാ മേധാവി കഴിഞ്ഞിടക്ക് പറഞ്ഞിരുന്നു, നമുക്ക് ആവശ്യത്തിന് വിമാനങ്ങൾ വേണം, ഡ്രോണുകൾ വേണം, ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടി ആവശ്യകതയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന് ഇത്രയും പോരായ്മയുള്ള ഒരു സാധനം വാങ്ങണം? അതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ F-35 പോരായ്മയുണ്ട് എന്ന് കൃത്യമായി പറയപ്പെടുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഈ F-35 ശേഷം അമേരിക്ക F-35 ലൈറ്റ്നിങ് ആ ഒരു സംഭവം എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിച്ചു. പക്ഷെ നമ്മളോട് പറയുന്നത് F-35 ലൈറ്റ്നിങ് തരാമെന്നല്ല. ചേട്ടാ, നിങ്ങൾ F-35 തന്നെ എടുത്തോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതിൽ ഒരു ലാഭക്കണ്ണ് അല്ലെങ്കിൽ ഒരു കള്ളക്കണ്ണ് ട്രംപിനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ്? കാരണം നമ്മുടെ കയ്യിൽ റഫേലുണ്ട്,
ഫ്രാൻസുമായിട്ട് അല്ലേ, ഫ്രാൻസ് ഗവൺമെന്റുമായി തന്നെ, അതെ, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഉള്ള കോൺട്രാക്ട് ആണ് അത്. അതെ, ആയുധ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ള ഡയറക്റ്റ് ഗവൺമെന്റിനാണ്. അപ്പോ അത്തരത്തിലാണെങ്കിൽ ഈ ഇസ്രായേലിന് ഉൾപ്പെടെ ഈ ഫൈറ്റർ ജെറ്റ്, അതായത് ഈ പറയുന്ന F-35 കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് പോരായ്മകൾ വന്നു ഒരുപാട്. അതെ അതെ. പക്ഷെ അതിൽ വലിയ കാര്യമായിട്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ പറയുന്നതെല്ലാം തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് റഡാറിലേക്ക്, മറ്റു രാജ്യങ്ങളുടെ റഡാറിലേക്ക് പിടിക്കില്ല. അതെ. അപ്പോ ഈ പറയുന്ന F-35 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇത് പറന്നിട്ടുണ്ടെങ്കിൽ 35 ലക്ഷം മുടക്കി സ്റ്റെൽത്ത് കോട്ടിംഗ് നമ്മൾ കൊടുക്കണം. അതായത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 35 ലക്ഷത്തിന്റെ ബാധ്യത. ഒരു ആവറേജ് കണക്കാണ് ഈ സ്റ്റെൽത്ത് കോട്ടിങ്ങിന് വേണ്ടി വരുന്നത് 35 എന്നുള്ളത്. ഒരു പക്ഷെ അതിൽ കൂടാം. അപ്പൊ നമുക്കത് ശരിക്കും അധിക ബാധ്യതയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് F-22 അല്ലെ, F-22 റാപ്റ്റർ അത് വാങ്ങിക്കൂടാ? അപ്പോൾ എല്ലാവരും പറയുന്നു ഈ ഒരു ഗുണമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് വാങ്ങുന്നത് എന്നുള്ളത്. 35 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ റാപ്റ്ററിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും റാപ്റ്റർ അധികം പുറത്തിറക്കിയിട്ടില്ല അമേരിക്ക. അവരുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കോപ്റ്റർ സംവിധാനമാണ്, ഒരു മെഷീനറിയാണ് ഈ പറയുന്ന റാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു അടക്കാക്കുരുവിന്റെ അത്രയ്ക്ക് കാണുള്ളൂ. അപ്പൊ അത്രയുള്ളത് കൊണ്ട് പെടത്തില്ല. അതായത് ഇവിടെ വന്നിട്ട് ഈ റാപ്റ്റർ ബോംബ് ഇട്ടിട്ട് പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് നമുക്കിത് റാപ്റ്റർ ആണല്ലോ, ഇതിന് മറുപടി കൊടുക്കണമല്ലോ എന്ന് മറ്റുള്ള ശത്രു രാജ്യങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന റാപ്റ്ററിനാണെങ്കിൽ ഗ്രൗണ്ട് അറ്റാക്കിനും ഇലക്ട്രോണിക് വാർഫെയറിനും സിഗ്നൽ ഇന്റലിജൻസിനും ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ വലിയൊരു കടമ്പയുണ്ട്. ഇത് അമേരിക്കയ്ക്കുണ്ട്, പക്ഷെ അത് കിട്ടാൻ ഒരു വലിയ കടമ്പ. അതെ, അത് ട്രംപ് മാത്രം വിചാരിച്ചാൽ നമുക്ക് കിട്ടില്ല. അതിന് കൃത്യമായിട്ട് അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരം കിട്ടണം. അപ്പോൾ അംഗീകാരം കിട്ടണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രംപും അങ്ങനെയുള്ളവരൊക്കെ, അതായത് FBI തലപ്പത്ത് വരുന്നതൊക്കെ നമ്മളോട് മോദിക്ക് അനുകൂലമായിട്ടുള്ളവരാണെങ്കിലും ഒരു ഭാഗത്തും എതിർചേരിയുണ്ടെന്ന് നമ്മൾ എപ്പോഴും നോക്കണമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മോദി മിക്കവാറും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നെഗോസിയേഷൻ നമ്മുടെ രാജ്യവും അമേരിക്കയുമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മോദി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് F-22 റാപ്റ്റർ വേണം. അപ്പോൾ ആ ഒരു നെഗോസിയേഷൻ വെച്ചാലാണ് F-35 ലൈറ്റ്നിങ് എങ്കിലും നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ആയ റാപ്റ്റർ പറയുമ്പോൾ 35 ലൈറ്റ്നിങ് എങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അത്രയ്ക്കും ഒരു പോരായ്മയുള്ള ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യം നോക്കുന്ന മറ്റൊരു കാര്യം, ഇതിന് ഫർദർ ഓപ്ഷൻ ഉണ്ടോ, മറ്റൊരു ഓപ്ഷൻ ഈ പറയുന്ന റാപ്റ്ററിന് തുല്യമായിട്ടുള്ളത് വേറെ കിട്ടാൻ, അത്രയും അഡ്വാൻസ് ആയി കിട്ടാൻ ഓപ്ഷൻ ഉണ്ടോ? അപ്പോ ഉണ്ട്. അതാണ് അവിടെ. അതായത് റഷ്യയുടെ Su-57. അതെ, അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ നമ്മൾ ഇത് കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 മുതൽ 60 മില്യൺ US$ ആണ്. അപ്പോൾ അമേരിക്കയുടെ F-22 റാപ്റ്ററിനേക്കാൾ F-22 റാപ്റ്ററിന് വേണ്ടത് 150 മില്യൺ ആണ്. F-35 ലൈറ്റ്നിങ്ങിന് വേണ്ടത് 80 മില്യൺ ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിലും Su-57 ഈ പറയുന്ന 40-60 മില്യന്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ആണ് ഈ കുറച്ച് കുറവുണ്ട് എന്നുള്ള ഒരു പോരായ്മ വരുന്നുണ്ട്. എന്നാലും F-35 F-22 താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, Su-57 ഒരു സ്പീഡ് എന്ന് പറയുന്നത് Mach 22 ആണ്. F-35 ആണെങ്കിൽ അത് Mach 1.6 ആണ്. F-22 എന്ന് പറയുന്നത് Mach 2.2 ആണ്. അപ്പോൾ സ്പീഡില് ഇതില് Su-57 ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 5000 കിലോമീറ്ററിന് മുകളിലാണ്.
അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇനിയിപ്പോൾ 5000 കിട്ടിയില്ല എന്ന് വയ്ക്കുക, അപ്പോൾ ഒരു 4000 കിലോമീറ്റർ എങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന വമ്പൻ ശക്തിയുടെ അടുത്ത് നമുക്ക് എന്തായാലും നമ്മളൊരു ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ഇപ്പോൾ ഒരു അനുനയത്തിലുണ്ടെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ അടുത്ത് നിന്ന് ഈ കാര്യം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ അമേരിക്കയുടെ ഒക്കെ ഒരു സ്വഭാവം വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കില്ലർ ഓപ്ഷൻ വെച്ചിരിക്കുക. അപ്പോൾ അവർക്ക് തന്നെ അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചൈനയുടെ J-20 എന്ന് പറയുന്ന ഫൈറ്ററിന് 3000 മുകളിലേ ഉള്ളൂ, കിലോമീറ്ററിന് മുകളിലേ റേഞ്ച് ഉള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ നോക്കുമ്പോൾ ഒരേ തരം റേഞ്ചാണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു വെപ്പൺ ലോഡ് എന്ന് പറയുന്നത് SU-57 വരുന്നത് 12000 കിലോഗ്രാം ആണ് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുക. മറ്റുള്ളതിനൊന്നും അത്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അഡ്വാൻസ്ഡ് റഡാറുകളും മൾട്ടി റോൾ കേപ്പബിലിറ്റിയും ഒക്കെ ഉണ്ട് ഈ കാര്യത്തിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് റഷ്യയുടെ ഈ ഒരു SU-57 വാങ്ങിക്കൂടാ എന്നുള്ള ചോദ്യം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രതിരോധ രംഗത്തും ഒക്കെ വൈദഗ്ധ്യമുള്ളവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലാഭക്കണ്ണില്ലാതെ ചെയ്യില്ല. അതേസമയം റഷ്യ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇന്ത്യയുമായി അതായത് ഈ അമേരിക്കയുമായിട്ടൊരു ആഷ്പോഷ് ബന്ധമൊക്കെ ഉണ്ടെങ്കിലും റഷ്യയുമായിട്ടുള്ളത് വളരെ ചേർന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതൊരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. അപ്പൊ അത്രയും വിശ്വാസ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു ഫൈറ്റർ റാപ്റ്റർ മാറ്റിയിട്ട് SU-57 ചിന്ത പോയിക്കൂടാ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും മോദിയുടെ നെഗോസിയേഷൻ അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് SU-57 ആയിരിക്കുമോ F-22 റാപ്റ്റർ ആയിരിക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ട വിഷയം. ലൈറ്റ്നിങ് എന്തായാലും ഈ ലൈറ്റ്നിങ്ങിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇതായതുകൊണ്ട് ഒരുപക്ഷെ ട്രംപുമായിട്ടൊരു അടിക്ക് പോകാതെ നയപരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു സാധ്യത നോക്കാൻ അടിച്ചേൽപ്പിക്കുന്ന സാധനം വാങ്ങാൻ പോകുന്നില്ല. അതെ.